മുസ്ലിയാര് എന്താണ് ഖബറും വന്ന് തുടച്ചെടുത്ത മണ്ണ് എന്ന് പറഞ്ഞിട്ട് എന്തേ കൊണ്ടുവന്ന് അത് വിശ്വസിക്കാൻ കുറെ ആൾക്കാർ കിട്ടും എന്ന് വിചാരിച്ചിട്ട് ബാക്കിയുള്ളവർ കിട്ടുമോ? ഇനി നിങ്ങളിൽ തന്നെ ഉണ്ടാവില്ല, നിങ്ങൾക്ക് പേടിയൊന്നുമില്ലേ? നിങ്ങളിൽ തന്നെ ഉണ്ടാവില്ല ആരെങ്കിലും ഇങ്ങനെ ഒരു ദിവസം പെട്ടെന്ന് അറിയാണ്ട് ചിന്തിച്ച് പോയാ കുടുങ്ങിയില്ലേ? അതും കൂടെ ആലോചിക്കണ്ടേ? നിങ്ങളെ ഇങ്ങനെ അടിമാക്കി വെക്കാനൊന്നും പറ്റൂലല്ലോ. കുറച്ച് ചിലപ്പൊക്കെ ആരെങ്കിലും പിന്നെ ആലോചിക്കൂലേ? അപ്പൊ എന്ത് ചെയ്യാ? സംഘം നിർബന്ധമാണ് എന്ന് പറഞ്ഞതും ചില ഉലമാക്കൾ ചില സംഘടനകളെ പുകഴ്ത്തി, അവരുടെ തെറ്റിദ്ധാരണ ഉണ്ട്, പുകഴ്ത്തിയതും കൂടെ ഒന്നും എന്ത് ചെയ്യാ മിക്സ് ചെയ്യുക. അങ്ങനെ എന്തായത് സംഘടന തന്നെ വാജിബായിട്ടുള്ളത് എന്നങ്ങട് തെൽബീസ്. എന്നെ പറയാൻ എന്താണ് തെൽബീസ്? തെൽബിസൂനൽ ഹഖ്ഖ ബിൽ ബാത്തിൽ. ബാത്തിലിനെ ഹഖും കൊണ്ട് നിങ്ങൾ കൂട്ടിക്കൊക്കണം. എന്തിനാണെന്ന് ചോദിച്ചിട്ട് കാര്യമില്ല. കാരണം ഞങ്ങളുടെ സ്വഭാവം അതാണ്. അർക്കാനുൽ ഹിസ്ബിയത്തി സലാസ്: കദിബ് വൽ ഖുദാഅ വൽ തൽബീസ്. തൽബീസും ചതിയും കളവും എന്താണ് പറയും? ഹിസ്ബിയത്തിന്റെ അടിസ്ഥാനമാണ്. പോട്ടെ. അവന് അടുത്ത വിഷയം എന്താണ്? ഇപ്പൊ കുറെ ആൾക്കാർ പറഞ്ഞ ഷർത്ത് ഉണ്ട് എന്നാണ്. ആലോചിച്ചൊക്കെ എങ്ങനെ പറ്റിക്കണ്ടെന്ന് അറിയാൻ പഠിച്ച ഒരാളെ വർത്താനം. ഏത് ഇപ്പൊ പറഞ്ഞ സംഘടനക്ക് ഷർത്ത് ഉണ്ട് എന്നാണ്. ഏത് കാര്യത്തിനാണ് വായി ഷർത്തില്ലാത്തത്? നടക്കണതിന് ഷർത്തില്ല, ഡ്രസ്സിന് ഷർത്തില്ല, അതിന് ഷർത്തില്ല, എല്ലാത്തിനും ഷർത്തുണ്ട്. അതുകൊണ്ട് ഈ ഷർത്ത് നമ്മൾ പാലിക്കണ്ട. ഷർത്തുണ്ട് എന്ന് പറഞ്ഞാൽ എന്തിനു വേണ്ടിട്ടാണ്? പാലിക്കപ്പെടാൻ വേണ്ടിട്ടാണ്. മനസ്സിലാവണ്ടോ? മനസ്സിലായോ? കാര്യം മനസ്സിലായോ? അതായത് അപ്പൊ ആൾക്കാർ ഇങ്ങനെ ആ ഒരു മായയിൽ അങ്ങോട്ട് പോയി അടുത്ത വിഷയത്തിലേക്ക് കിടന്നു. ഷർത്തുണ്ട് എന്ന് പറഞ്ഞ ആ ഒരു വിഷയം എന്തായി? അവിടെ കഴിഞ്ഞല്ലോ. എന്താണ് ഷർത്ത്? ഇപ്പൊ ഏതിനാ ഇല്ലാത്തത്? ഷർത്ത് ഡ്രസ് ഇടുന്നതിന് ഷർത്തില്ലേ? നടക്കണേന് ഷർത്തില്ലേ? മിണ്ടണേന് ഷർത്തില്ലേ? ഉണ്ടല്ലോ. പിന്നെന്താ പ്രശ്നം? ശരിയാണല്ലോ. അടുത്ത വിഷയം. ഷർത്ത് ഉണ്ട് എന്ന് പറഞ്ഞ ഷർത്ത് പറഞ്ഞ് എന്നിട്ട് ഈ ഷർത്ത് പാലിക്കപ്പെടാണ്ടിരിക്കല വേണ്ടത്. മനസ്സിലായോ? കാര്യം മനസ്സിലായോ? അതാണ് വിഷയം. ശരി, അതവിടെ കിടക്കട്ടെ. അപ്പൊ അതാണ് ഷുറൂത്തുകൾ. ഷുറൂത്തി എന്നൊക്കെ പറഞ്ഞിട്ട് പറയണ്ടായിരുന്നു. അതും അവരെ തന്നെയാണ്. അൽഹംദുലില്ലാഹ് നമ്മളെ പറഞ്ഞിട്ടില്ല. ഇനി അടുത്തത്, ഈ കിതാബ് ഇഖ്വാനികളെ സന്തോഷിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് കേരളത്തിൽ ഒരാൾ പറഞ്ഞു. ഏത്? റിഫ്ഖൻ അഹ്ലസുന്ന ബി അഹ്ലസുന്ന. ഇത് കേരളത്തിലെ ആള് പറഞ്ഞതല്ല, മറിച്ച് ശൈഖ് അഹ്മദ് ഇബ്നു യഹ്യ അൻ-നജ്മി റഹിമഹുല്ലാഹു തആല സൗദിയിലെ വലിയ മുഫ്തിയായിരുന്ന, ദക്ഷിണ പ്രവിശ്യയിലെ മുഫ്തിയായിരുന്ന ശൈഖ് അഹ്മദ് ഇബ്നു യഹ്യ അൻ-നജ്മി റഹിമഹുല്ലാഹ്, അദ്ദേഹം മരണപ്പെട്ടു പോയി. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന്റെ ഖബറിനെ വിശാലമായി കൊടുക്കട്ടെ. അദ്ദേഹമാണ് പറഞ്ഞത്, ഈ കിതാബ് കൊണ്ട് ഇഖ്വാനികൾ സന്തോഷിച്ചു. അല്ലയോ മടയന്മാരായ മുസ്ലിം നിയാഫ് ടീമേ, ഇഖ്വാനികൾ മാത്രമല്ല സന്തോഷിച്ചു, വിസ്ഡംകാര് സന്തോഷിച്ചു. നിങ്ങൾ കാണില്ലത്? മനസ്സിലാണ്ടോ? വിസ്ഡംകാരാണ് ഇവിടെ അത് ട്രാൻസ്ലേറ്റ് ചെയ്ത് ഇറക്കിയത്. ആരാണ്? വിസ്ഡംകാരാണ്. ഇത് രണ്ടു കൂട്ടരും കേൾക്കണം എന്നാണ് ഞാൻ പറയുന്നത്. വിസ്ഡംകാരും കേൾക്കണത്, മൂസിന്റെ ടീമും കേൾക്കണം. മൂസിന്റെ ടീം എന്താ പറയുന്നത്? എന്ത് സന്തോഷിച്ചു ഇഖ്വാനികൾ? അത് വിശദകാര്യം ചോദിക്കട്ടെ, എവിടെ ഇഖ്വാനികൾ സന്തോഷിച്ചത്? നമുക്ക് ചോദിക്കാനുള്ളത്, ഇനി ഇഖ്വാനികൾ സന്തോഷിച്ചത് നിങ്ങൾ കണ്ടില്ലെങ്കിലേ ഇവിടെ വിശുദ്ധങ്കാര് സന്തോഷിക്കുന്നത് കണ്ടോ? മനസ്സിലായി? ഈ കിതാബ് കൊണ്ട് സന്തോഷിച്ചതാരാണ്? അഹ്മദ് ബിൻ യഹ്യ അൻ-നജ്മി. എന്തല്ല, വെറുതെ പറഞ്ഞതല്ല. ഇതുകൊണ്ട് സന്തോഷിച്ചതാരാണ്? നമ്മളെ നാട്ടിലത്തെ യൂച്ചാളി വിശുദ്ധങ്കാരടക്കം സന്തോഷിച്ചു. മഫ്ഹൂം? എന്നിട്ടാണ് പിന്നെ ഇഖ്വാനികൾ സന്തോഷിക്കാത്തത്. ശരി, എന്തായാലും അത് പറഞ്ഞത് എന്തല്ല, നമ്മളാരും അല്ല, നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ആരെ കേട്ടിട്ട്? അഹ്മദ് ബിൻ യഹ്യ അൻ-നജ്മി റഹിമഹുല്ലാഹ് പറഞ്ഞു കേട്ടിട്ട് നമ്മൾ കോപ്പി പറഞ്ഞിട്ടുണ്ട്. അത് പറഞ്ഞിട്ടുണ്ട്. കാരണം അതാണ് ശരി, അതുകൊണ്ട് അങ്ങനെ പറഞ്ഞു. ശരി, ഇനി അടുത്തെന്താണ്? ഞങ്ങൾക്ക് ഹിസ്ബിയത്തില്ല എന്ന് തെളിയിക്കാൻ ഉള്ള തെളിവെന്താണ്? മുസ്ലിം സമൂഹത്തിന്റെ ഒരു പൊതുപ്രശ്നം വന്നാൽ ഞങ്ങളൊക്കെ കൂടി ഒരുമിച്ചുണ്ടാവും. കേന്നമും ജമാഅത്തും സുന്നിയും, അതായത് ഖുറാഫിയും, അവരെപ്പോഴും സുന്നി തന്നെ പറയും, ഖുറാഫിയും അതുപോലെ വിസ്ഡവും എല്ലാവരും ഒരുമിച്ചുണ്ടാവും. NDF ഉണ്ടാവും. അത് പോപ്പുലർ ഫ്രണ്ട് ഉള്ളത്. അപ്പൊ എന്തെങ്കിലും ഇപ്പൊ പുതിയ പേരിട്ടണമെങ്കിൽ അങ്ങനെ അവരും, അതുപോലെ ജമാഅത്ത് ഇസ്ലാമിയും എല്ലാവരും ഉണ്ടാവും ഒരുമിച്ച്. നമുക്ക് കണ്ടത് സ്റ്റേജില് അന്ന് ആരാണ് SDP ഒരു പരിപാടി വെച്ചത്?
അവര് വെച്ചിട്ട് ആരോ കാസിം എന്തോ ഇങ്ങനെ പ്രസംഗിക്കണേ, ഇങ്ങനൊരു സാഹചര്യം ഉണ്ടായതിൽ അള്ളാഹിനെ സ്തുതിക്കുന്നൊക്കെ പറഞ്ഞിട്ട്. ഏത് സാഹചര്യം? വിശുദ്ധങ്കാരും എല്ലാവരും ഒരുമിച്ചിരിക്കുന്ന സാഹചര്യം. ഇത് പണ്ടേ ജമാഅത്ത് ഇസ്ലാമിക്കാർ പറയാറുണ്ട്, നമ്മളൊന്നിക്ക് നമ്മൾക്ക് തന്തു പിടിച്ചാൽ പറ്റില്ല. പൊതു നന്മക്ക് വേണ്ടിട്ട് എന്ത് ചെയ്യേ? ഒന്നിക്കണം. നമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവും, അത് അങ്ങോട്ടും ഇങ്ങോട്ടും ചീത്ത പറയാണ്ട് വിടണം. എന്നിട്ടോ നമുക്ക് ഒന്നിക്കാൻ പറ്റുന്നതിൽ ഒന്നിക്കണം. ഇതിപ്പോ നിങ്ങൾ പുതിയത് പറഞ്ഞ ഒന്നല്ല, പഴയത് പറയുന്നതാണ്. ഇവിടെ ഹസനുൽ ബന്ന മുന്നേ പറയുന്നതാണ്. എന്ത്? നമ്മൾ ഒരേ അഭിപ്രായ വിഷയത്തിൽ ആയ വിഷയത്തിൽ നമ്മൾ തമ്മില് അഭിപ്രായ വ്യത്യാസത്തിലായ വിഷയത്തില് അങ്ങോട്ടും ഇങ്ങോട്ടും ഒഴിവേ വെറുതെ കുറ്റം പറഞ്ഞ് പ്രശ്നമാക്കണ്ട. ഇനി അടുത്ത ആൾക്കാരെ, ഇൽമുള്ള ആൾക്കാരെ പറയാണ്. ജബ്ബാർ മദീനി, ഹുസൈൻ പട്ടാമ്പി, അവരാണ് ഇൽമുള്ള ആൾക്കാർ. ഹുസൈൻ പട്ടാമ്പിയുടെ അവസ്ഥ നമ്മൾ പറഞ്ഞു. ജബ്ബാർ മദീനി ആണെങ്കിൽ ഒരു ബുക്ക് എഴുതിയിട്ട് കുടുങ്ങിയിട്ട് വലാബറ എന്ന് പറഞ്ഞിട്ട് ബുക്ക് എഴുതി കുടുങ്ങി, അത് പിൻവലിച്ച് പാവം. അപ്പൊ ഇതാണ് രണ്ടാൾക്കാർ. നമുക്ക് ഇൽമില്ല എന്നതാണ് ഇവരെ കുറ്റം. അതായത് നമ്മളും പറയുന്നുണ്ട്, അതുപോലെ തന്നെ മൂസിന്റെ ആൾക്കാരും പറയണ്ടായിരിക്കും ഇൽമില്ലാന്ന്. ഈ പറഞ്ഞ വിശുദ്ധങ്കാർക്ക് ഇൽമില്ല. അപ്പൊ അങ്ങനെ കുറ്റം പറയുന്ന ആൾക്കാര് എന്ത് നമ്മൾ പറയാൻ കാരണമുണ്ട്. വിശുദ്ധങ്കാർക്ക് ഇൽമില്ല എന്ന് പറയാൻ കാരണമുണ്ട്. ഒന്നാമത്തെ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പൊ മാലിക് മറയൂരിന്റെ ഒരു പ്രസംഗം നമ്മൾ കേട്ടില്ല, ഞാൻ കേട്ടു. ഈ പറഞ്ഞ അതിന് കാരണം ഞാൻ പറഞ്ഞു. അപ്പൊ തന്നെ മനസ്സിലായി ഇതിന് എത്രത്തോളം ഇൽമും കാര്യങ്ങളുണ്ടെന്നുള്ളത്. ഈ പ്രസംഗത്തിൽ പോലും എന്താണ് വ്യക്തമാണ്. ഞാനൊരു ഉദാഹരണം പറഞ്ഞുതരാം. ഇൽമിന്റെ ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞു. എന്നെ പഠിപ്പിച്ച ഒരു ഉസ്താദ് ഉണ്ടായിരുന്നു. ആള് വിശുദ്ധങ്കാരനാണ്, നല്ല കറ കളഞ്ഞ വിശുദ്ധങ്കാരനാണ്. എന്നെ എവിടെ പഠിപ്പിച്ചത്? അറബി കോളേജ് പഠിപ്പിച്ചത്. അഫ്ദലുൽ ഉലമ. അതിന് പഠിപ്പിക്കുന്ന ആൾട്ടോ, അല്ലാതെ പഠിക്കുന്ന ആളല്ല, അതിന് പഠിപ്പിക്കുന്ന ആൾ. അയാളൊരു നിക്കാഹ് ഖുത്ബ നടത്താണ്. നിക്കാഹ് ഖുത്ബ നടത്തുമ്പോൾ അതില് പറയാണെന്ത്? നിക്കാഹിന് സുന്നത്തായിട്ടുള്ളത് ഖുത്ബത്തുൽ ഹാജയാണ്. ഖുത്ബ എന്ന് പറഞ്ഞാൽ പ്രസംഗം, ഹാജ എന്ന് പറഞ്ഞാൽ ആവശ്യം. അപ്പൊ ഇപ്പൊ ആവശ്യമുള്ളൊരു ഖുത്ബ. ഞാൻ അങ്ങനെ വായം പൊളിച്ചിങ്ങനെ നിൽക്കുന്നുണ്ട്. എന്തി പറയണത്? അത് കുറെ ആൾക്കാരുണ്ട് കല്യാണത്തിന്. വലിയ കല്യാണം, വലിയ ഓഡിറ്റോറിയം കാര്യങ്ങളും. ഞാനന്ന് വിശുദ്ധാണ്, അതുകൊണ്ട് തന്നെ ഇഖ്തിലാത്തുള്ള കല്യാണം ആയതുകൊണ്ട് ഞാൻ പോയി. അല്ലാഹുൽ മുസ്തആൻ. വിശുദ്ധല്ല, അന്ന് തിരിഞ്ഞിട്ടില്ല, എന്തോ 2012 മുമ്പാണ്. നമ്മളെ പഠിപ്പിക്കുന്ന ഉസ്താദാണ്. ആള് ഭയങ്കര പാട്ടുകാരനാണ്. ചോദിച്ചാൽ ചിലപ്പോ കിട്ടും. അപ്പൊ ആളെ പേര് ഞാൻ പറയുന്നില്ല. എന്തായാലും എന്താണ് ഇതെന്തല്ല, ഇത് എന്തിനും വേണ്ടി പറഞ്ഞതല്ല. ഇത് തെറ്റുകൾ മനുഷ്യന്മാർക്ക് പറ്റും, പക്ഷെ ഇൽമില്ല എന്നൊക്കെ പറഞ്ഞ എന്തേന്ന് പറഞ്ഞാല് ഇതേപോലത്തെ കുറെ ഐറ്റംസ് ഉണ്ട്. ആരെ മുജാഹിദ് വാലിശ്ശേരി ഇൽമിന്റെ നിറകുടം എന്ന് വേണമെങ്കിൽ പറയാം. കാരണം എന്താണ്? ഇപ്പോ ഒരു ഉദാഹരണം, ഒരു പോസ്റ്റർ നമ്മളുടെ ഫ്രണ്ടിൽ പതിച്ചിട്ടുണ്ടെന്ന് വിചാരിച്ചു. വിസ്ഡം പതിച്ച ഒരു പോസ്റ്റർ. ആ പോസ്റ്ററിൽ എന്താണ്? അടുത്ത പരിപാടിയുടെ പോസ്റ്ററാണ്. ആ പോസ്റ്ററിൽ ഞാൻ ചോദിക്കണത് ഉത്തരം പറയാം, ഞാൻ ഉത്തരം പറയണില്ല. ആ പോസ്റ്ററിൽ 2 പേരുണ്ട് പ്രസംഗിക്കാൻ. ഒരാള് അബ്ദുൽ മാലിക് മറയൂര്, 2 മുജാഹിദ് ബാലിശ്ശേരി. ആരെ പേരായിരിക്കും ബോൾഡിൽ വലുത് ഉണ്ടാവാന്ന് പറഞ്ഞ? ആര്? മുജാഹിദ് ബാലിശ്ശേരി. ഇതാണ് ഇൽമിന്റെ നിറഞ്ഞിങ്ങനെ പോസ്റ്ററിൽ നിൽക്കണ ഇൽമിങ്ങനെ വഴിഞ്ഞൊഴുകയാണ്. അതായത് ഇതാണ് ഇൽമ. മനസ്സിലാണ്ടോ? അറ്റ്ലീസ്റ്റ് വേറെ പോസ്റ്റ് അടിക്കുന്നവർക്കെങ്കിലും ആലോചിച്ചൂടെ? അബ്ദുൽ മാലിക് ആയിരിക്കും മുജാഹിദിനിൽ കുറച്ചൊരു അന്തവും കുന്തം ഉള്ളതെന്ന്. അതുപോലും ആലോചിക്കും. മറിച്ച് വലിയ വെണ്ടക്കയിലല്ല മത്തങ്ങയില് മുജാഹിദ് ഉണ്ടാവും, വെണ്ടക്കയില് അബ്ദുൽ മാലിക് ഉണ്ടാവും. അപ്പൊ ഇത്രയുള്ള ആ വിഷയത്തില് പറയാം. ഇനിയോ വിഷയം എന്താണ്? ഇത് പറഞ്ഞു നടക്കുന്ന ആളുകളുടെ മക്കൾ ജാമിയ ഹിന്ദിൽ പഠിക്കുന്നുണ്ട്. എങ്ങനുണ്ട്? മൂസിന്റെ ടീമും റൌഫ് നദീമിന്റെ ടീമും എങ്ങനുണ്ട്? ഇത് പറഞ്ഞു നടക്കുന്ന ആൾക്കാരെ മക്കൾ എവിടെ പഠിക്കുന്നുണ്ട്? ജാമിയ ഹിന്ദി പഠിക്കുന്നുണ്ട്. നാണുണ്ടോ നിങ്ങൾക്ക് പറയിപ്പിക്കാനായിട്ട്?
മനസ്സിലാണ്ടോ? ഇത് പറയിപ്പിക്കണതല്ലേ? ഒന്ന് ആലോചിച്ചൊക്കെ. കുറച്ച് ദിവസം മുമ്പ് സുബൈർ മങ്കട അങ്ങനത്തെ ഒരു സാധനം മരിച്ചുപോയി എന്ന് വിചാരിച്ച സാധനമാണ്. അതായത് മരിച്ചു എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ മരിക്കില്ല, അല്ലാണ്ട് ജീവിതം അവസാനിച്ചെന്നല്ല. അതായത് മറ്റേ പറയില്ലേ, മറ്റേ എന്താണ്, എത്ര ആളുകളാണ് ജീവിച്ചിരിക്കുന്നത്, പക്ഷെ അവർ ജനങ്ങളുടെ ഇടയിൽ മരിച്ചിരിക്കുന്നു, അങ്ങനെ വിചാരിച്ച ഒരാളാണ്. അയാൾ ഒരു ദിവസം പറയാണ്, എന്നെ ക്ലാസ്സിന് വിളിച്ചിരിക്കുന്നു ഇവർ വന്നിട്ട്. രണ്ടാൾ വന്നിട്ട് എന്നെ ക്ലാസ്സിൽ, നമ്മളിവിടെ ചൊറിയും കുത്തി ഇരിക്കാന്നാണ് ഓരോ വിചാരം. ഇത് പറയിപ്പിച്ചിട്ട് നാണം കെടാ, നിങ്ങളെ കൊണ്ടല്ലാണ്ട് വേറെ ആർക്കും പറ്റും ചങ്ങായിമാരെ. അല്ലാഹുൽ മുസ്തആൻ. ഇങ്ങനെ പറയിപ്പിക്കാൻ വേണ്ടിട്ട് ഒരു കൂട്ടം. ഇവരെ പറയുമ്പോ നമുക്കും കൂടെ നാണക്കേടാണ്. കാരണം കുറച്ച് ആൾക്കാരെങ്കിലും തെറ്റിദ്ധരിക്കുന്ന എന്താണ്, നമ്മളും അവരെ പോലെ എന്നാണ്. അതുകൊണ്ട് ദയവ് ചെയ്ത് നമ്മളും അവരും ഒന്ന് അല്ലേ അല്ല, ഇതാണ് പറയാനുള്ളത്. ഇനിയോ അടുത്തത്, ഈ നേതാക്കന്മാർ കാലത്ത് വെള്ളിയാഴ്ച ഖുത്ബന്റെ ദിവസം വിളിക്കും. കാലത്ത് സലഫി ഇന്നെന്താണ് ഖുത്ബന്റെ ടോപ്പിക്, അങ്ങനെ ചോദിച്ചെടുക്കണ ഒരാൾ എനിക്കറിയാം. ഇവരുടെ കൂട്ടത്തിൽ, മൂസിന്റെ കൂട്ടത്തിൽ ഇപ്പൊ പ്രസംഗിക്കുന്ന ഒരാളാണ്. അങ്ങനെ എന്നോട് പേഴ്സണലായിട്ട് ചോദിച്ചിരുന്ന ഒരാളാണ്. എന്തായാലും നിങ്ങൾക്ക് വേറെ നിങ്ങളെ ടീമിൽ തന്നെ ഉള്ള ആൾക്കാരോട് ചോദിച്ചാൽ പോരി, നാണം കെടാൻ വേണ്ടി പോകാം. മനസ്സിലാവുണ്ടോ? സെൽഫി ഇന്ന് എന്താണ് ഖുത്ബാന്ന് ആരോട്, മാലിക് മൊറയൂരിനോട് ചോദിക്കണ കൗമിന്റെ അവസ്ഥ ഒന്ന് ആലോചിക്കുക. ആ ഒരു സ്റ്റാൻഡേർഡിന്റെ അവസ്ഥ ഒന്ന് ആലോചിക്കുക. എന്താണ് നമ്മളും മൂസിൻ ടീമും തമ്മിലുള്ള വ്യത്യാസം എന്ന് ചോദിച്ചാൽ ഇതൊക്കെ തന്നെ വ്യത്യാസം. നമുക്ക് ഇത്തിരി നാണോ മാനമുണ്ട്, അതുപോലെ തന്നെ ബലുണ്ട്. ഇനിയോ വേറൊരു കാര്യം അറിയണം നിങ്ങള്, ഈ മാലിക് മൊറയൂരിന്റെ പ്രസംഗം ഇറങ്ങിയതിന് ശേഷം വേറൊരാള് പുതിയ ചാനൽ തുടങ്ങി, അബു അഫ്സ, അടുത്ത ചാനല്. എന്തൊക്കെ പറയേണ്ടത്, അതായത് പിന്നെ മാലിക് സലഫിയും അതുപോലെ തന്നെ അബ്ദുൽ മാലിക്, അതുപോലെ തന്നെ ഇങ്ങനത്തെ ഈ ബിസ്ഡങ്കാരോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, ഞങ്ങളോട് നിങ്ങൾ എന്തെങ്കിലും ദുൽമ കാണിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ ഏറ്റവും വലിയ ദുൽമ ഇവരായിട്ട് ഞങ്ങളെ കൂട്ടിക്കിട്ടണമായിരിക്കും. അതുകൊണ്ട് അത് കാണിക്കരുത്, ആ ദുൽമ നിങ്ങൾ കാണിക്കരുത്. ഞങ്ങൾ അൽഹംദുലില്ലാഹ് അല്ലാഹുവിന്റെ നിയമത്തുകൊണ്ട് കുറച്ച് ആൾക്കാരാണെങ്കിലും മാനവ മര്യാദയായിട്ട് ജീവിക്കുന്ന ഒരു കൗമാണ്. അടുത്ത ചാനൽ എന്ത് ഉണ്ടാക്കിയിട്ട് അതും ഊമക്കത്ത്, ആർക്കെതിരെ, വിഷ്ണത്തിനെതിരെ. എന്ത് നാണക്കേടാണെന്ന് ആലോചിച്ച് നോക്ക്. നമ്മളോട് പറഞ്ഞപ്പോ എന്താണ്, നമുക്കൊരിത്തിരി പക്വതയും പാകത ചെയ്തുകൊണ്ട് നമ്മളെന്ത് ചെയ്തിട്ടില്ല, അങ്ങനെ ഓവറായിട്ട് എന്താക്കിയിട്ടില്ല, കൊളാക്കിയിട്ടില്ല. ഇനിയിപ്പോ വിഷ്ണങ്കാരെ കയ്യിൽ കിട്ടിയാൽ എന്താണെന്നുള്ളത് ഒന്ന് അറിഞ്ഞോ, നിങ്ങൾ അതിന്റെ ടേസ്റ്റ് അറിയാം. ഈ ഊമക്കത്ത് എഴുതുന്നതിന്റെ ഒരു ടേസ്റ്റ് ആളുകളുടെ ഇടയിൽ അതിനെങ്ങനെയാണ് കാണുന്നത് നിങ്ങളൊന്ന് പഠിച്ചു നോക്കി. ഇനി ഹിസ്ബിയത്ത് എന്താണ്? റബി അൽ മദ്ഖലിന്റെ ഫത്വ എന്താണ്? സലഫി മനഹജിനെതിരായ എല്ലാം ഹിസ്ബിയത്താണ്. ശരിയാണ്, ഇത് തന്നെ നമുക്കും പറയാം. സലഫി മനഹജിനെതിരായ എല്ലാം ഹിസ്ബിയത്താണ്. അതുകൊണ്ടാണ് ചങ്ങായിമാരെ ഞങ്ങൾ വിശുദ്ധ ഹിസ്ബിയത്താണെന്ന് പറയുന്നത്. അതിന് ഞങ്ങൾ കുറ്റം പറ്റുന്നത് കാര്യം, നിങ്ങൾ സലഫി മനഹജില, ഈ പറഞ്ഞതൊക്കെ കേട്ടിട്ട് നിങ്ങൾ സലഫി മനഹജില. സലഫി മനഹജിലാണ്. ഏത് സലഫി മനഹജിൽ? ഹുസൈൻ സലഫിന്റെ മനഹജിൽ, അബ്ദുൽ മാലിക് സലഫിന്റെ മനഹജിൽ, അബൂബക്കർ സലഫിന്റെ മനഹജിൽ. ആ സലഫി മനഹജിലാണ്. നമ്മൾ ആ ഉദ്ദേശത്തിലല്ല ചോദിക്കണം കേട്ടോ, തെറ്റിദ്ധരിക്കരുത്. സലഫി മനഹജിലാണെന്നുള്ളൊരു തെളിവ് വേണം. ഇവർ സലഫി മനഹജിലാണെന്നുള്ളൊരു തെളിവ് കുവൈത്തിലെ അവർ പ്യുവർ സലഫികളാണ്. അവർ ആരാണ്? പ്യുവർ സലഫികളാണ്. ഇതിലും വലിയ തെളിവിന് കിട്ടാനുണ്ടോ? സലഫി മനഹജിൽ ഉറച്ച ടീമാണ് ഇവരെന്ന് അറിയാൻ വേണ്ടിട്ട്. ഇപ്പൊ നേരത്തെ ആരെ ഉദ്ധരിച്ച റബി അൽ മദ്ഖലി, ആളോട് പോയി ചോദിക്കുക, എന്ത് ഈ ഇഹ്യാ തുറാസിന്റെ അവസ്ഥ നിന്ന് ഈ പറഞ്ഞ ആളോട് ചോദിക്കും. ഈ ഷെയ്ഖ് റബീനോട് പോയിട്ട് ഇഹ്യാ തുറാസ് കുവൈത്തിന്റെ അവസ്ഥ എന്ന് പച്ച വിധേയലാണ് പറഞ്ഞുതരും. ഏത് ഒരു വരി വ്യത്യാസമുള്ളൂ, അല്ലെങ്കിൽ 2-3 വരി വ്യത്യാസമുള്ളൂ ഈ പറഞ്ഞ കാര്യങ്ങൾ തമ്മിൽ. ഞാൻ ആ ക്രമത്തിലാണ് വായിച്ചു പോകുന്നത്. ഇഹ്യാ തുറാസ് ഏതാണ്? പച്ച പ്യുവർ സലഫികൾ. ഈ നേരത്തെ തെളിവ് പിടിച്ച ഷെയ്ഖിനോട് ചോദിച്ചാൽ ചില പ്യുവർ ബിദ്അകളാണ് പറഞ്ഞത്. അതങ്ങനെ ആയതുകൊണ്ട് തന്നെയാണ്, അതങ്ങനെ തന്നെയാണ്, പ്യുവർ ബിദ്അകളാണ്. ശരി, ഇനി അടുത്ത കാര്യം, നമ്മളെ KNM-കാർ ചവിട്ടി പുറത്താക്കിയതാണ്. അഭിമാനത്തോടി പറയാണ്, നമ്മളെ KNM-മാർ എന്ത് ചെയ്താണ്? ചവിട്ടി പുറത്താക്കിയാണ്. ശരിയാണ്, ചവിട്ടി പുറത്താക്കി തന്നെ വളരെ മോശമായി അവർ ചെയ്തത്, ചവിട്ടാൻ പാടില്ലായിരുന്നു. എന്തായാലും അങ്ങനെ അവർ പുറത്താക്കി, ചവിട്ടി പുറത്താക്കി. ഒന്ന് ആലോചിച്ച് നോക്കി. അബ്ദുൽ മാലിക് പറയാണ്, അല്ലെങ്കിൽ ഞങ്ങൾ അതിന്ന് പോവൂല, ഞങ്ങൾ പോവാൻ കാരണം എന്താണ്? ഞങ്ങളെ KNM-മാർ ചവിട്ടി പുറത്താക്കിയതുകൊണ്ടാണ്. അപ്പൊ ഇവർക്ക് ആദർശമായിട്ട് എന്ത് പ്രതിബദ്ധതയുള്ളത്? മനസ്സിലായ കാര്യം? മനസ്സിലായോ? ഞങ്ങളെ KNM-മാർ ചവിട്ടി പുറത്താക്കിയത് കൊണ്ടാണ്
ഞങ്ങൾ പുറത്തു പോയത്. അല്ലെങ്കിൽ ഇപ്പോഴും ഉണ്ടാവും KNM ഞങ്ങൾ സെൽഫി എന്നും പറഞ്ഞിട്ട്. ഐ മീൻ മനസ്സിലായോ? അപ്പൊ അത് എന്നിട്ട് പിന്നെ ഷെയ്ഖ് അൽബാനി പറയണത് ചവിട്ടി പുറത്താക്കിക്കൊണ്ടാണ്. എന്നിട്ട് ഞങ്ങൾ എന്ത് ചെയ്തു? പുതിയ സംഘടന രൂപിക്കാൻ കാരണം ഷെയ്ഖ് അൽബാനി പറഞ്ഞിട്ട് വാജിബാണ്. ഇനി അടുത്ത് കേട്ടോ, ഇനി അടുത്ത് എന്താണ്? ഇനി അടുത്ത് വീണ്ടും വരുന്നത് മൂസിനിക്കാണ്. വീഡിയോ ഹറാമാണെന്ന് പറഞ്ഞിരുന്നത് ഇപ്പൊ എന്തായി? വീഡിയോ ഹറാമാണെന്ന് പറഞ്ഞതും ഫോട്ടോ ഇപ്പൊ വെറും ഫോട്ടോ ആണ്. ശരിയാണ്, അങ്ങനത്തെ നെറികേടൊക്കെ കാണിക്കണമെങ്കിൽ അത് വളരെ മോശമാണ്. പക്ഷെ അതും എന്ത് ചെയ്യരുത്? അഹ്ലുസുന്നന്റെ മെക്കട്ടിക്ക് ഇടരുത്. അഹ്ലുസുന്ന വ്യതിരിക്തരാണ്, മുതമയ്യിസീങ്ങളാണ്, അൽഹംദുലില്ലാഹ് തമയ്യുസ് ഉള്ളവരാണ്. പക്ഷെ അതിന് പറഞ്ഞ കാര്യം, അപ്പൊ അന്ന് നിങ്ങൾ ഹദീസ് ദുർവ്യാഖ്യാനിച്ചില്ലേ? ഫോട്ടോ ഇതിൽ പെടുന്നുള്ളത് ദുർവ്യാഖ്യാനാണ് പോലും. അതെന്താണ്? അബ്ദുൽ മാലിക്കെ നമ്മൾ വെറുതെ വിടൂല. അതിന് മൂസിനെ പറഞ്ഞാലും ആരെ വേണ്ടി പറഞ്ഞാലും ഹദീസുമ്മ കൊള്ളിച്ചിട്ടാണ് പറഞ്ഞെങ്കിൽ മൂസിനെ സപ്പോർട്ട് ചെയ്യാനല്ല, ഹദീസിനെ സപ്പോർട്ട് ചെയ്യാനാണ്. ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കുല്ലു മുസവ്വിരിൻ ഫിന്നാർ, എല്ലാ ഫോട്ടോ ഉണ്ടാക്കണവരും ചിത്രം ഉണ്ടാക്കണവരും നരകത്തിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇതിലെവിടെ ദുർവ്യാഖ്യാനത്തിന്റെ ആവശ്യം വരുന്നത്? ദുർവ്യാഖ്യാനം എന്ന് പറഞ്ഞാല് എന്താണ്? എല്ലാ പ്രതിമ ഉണ്ടാക്കിയാൽ, പ്രതിമ എന്ന് പറഞ്ഞാലും വേറെ എന്തെങ്കിലും വിഷയം പറഞ്ഞിട്ട് അതിനെ തിരിച്ചു കൊണ്ടുവരല്ലേ? ഇത് അത് തന്നെ പറഞ്ഞിട്ട് അതിനെ പിന്നെ ദുർവ്യാഖ്യാനിക്കാൻ പറഞ്ഞു. പിന്നെയും ദുർവ്യാഖ്യാനിക്കുന്ന പറയുന്നത് അതിൽ അത് പെടൂല ഇത് പെടൂല എന്ന് പറയുമ്പോൾ ചിലപ്പോൾ വേണമെങ്കിൽ നമുക്ക് തിരിച്ചു പറയാം, നിങ്ങൾ ദുർവ്യാഖ്യാനിക്കല്ലേ? റസൂലുള്ളാഹി പറഞ്ഞത് എല്ലാ ഫോട്ടോ എന്നാ. ഏതുപോലെ കുല്ലു ബിദ്അത്തുൻ ദലാല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എല്ലാ ബിദ്അത്തും ദലാലത്താണ്. അപ്പൊ ഖുറാഫി ഉസ്താദ്മാർ അതിനെ ദുർവ്യാഖ്യാനിക്കും. എന്താണ്? എല്ലാ ബിദ്അത്തും ദലാലത്തല്ല, മറിച്ച് ബിദ്അത്തുൻ ഹസന ദലാലത്തല്ല. മനസ്സിലായോ? അപ്പൊ നമ്മ പറയും ദുർവ്യാഖ്യാനിക്കല്ലേ? റസൂലുള്ളാഹി പറഞ്ഞ എന്താണ്? കുല്ലു, എല്ലാ ബിദ്അത്തും ദലാലത്താണ്. സെയിം ഇവിടെ കിടക്ക്. അതായത് വിഷയം മാറുന്നതിനനുസരിച്ച് അറബി ഭാഷയ്ക്ക് വ്യത്യാസമൊന്നും ഇല്ലല്ലോ. എന്തായാലും കുല്ലു മുസവ്വിരിൻ ഫിന്നാർ. അപ്പൊ ഒരു പറയാണ് ഫോട്ടോയുടെ കാര്യമല്ല പറഞ്ഞത്, കൈകൊണ്ട് വരയ്ക്കുന്നതിന്റെ കാര്യമാണ് പറഞ്ഞത്. ക്യാമറ കൊണ്ടുള്ള കാര്യമല്ല പറഞ്ഞത്, കൈകൊണ്ട് വരയ്ക്കുന്നതാണ് പറഞ്ഞത്. അവിടെ പറഞ്ഞ് ബിദ്അത്തുൻ ഹസനല്ല പറഞ്ഞത്, ബിദ്അത്തുൻ സയ്യിഅയാണ് പറഞ്ഞത്. ഇവിടെ പറഞ്ഞത് കൈകൊണ്ട് വരയ്ക്കുന്നതാണ്, ക്യാമറ കൊണ്ടുള്ളതല്ല. ക്യാമറ ദുർവ്യാഖ്യാനിക്കല്ല. റസൂലുള്ളാഹി പറഞ്ഞ എന്താണ്? കുല്ലു, എല്ലാ മുസവ്വിറും നരകത്തിലാണ്. അപ്പൊ അത് ദുർവ്യാഖ്യാനിക്കാണെന്ന് എന്താണ് ഇവർക്ക് പറയാൻ വാതിൽ തുറന്നു കൊടുത്തത് മൂസിന്റെ ഈ ഒരു നെർമാറിക്കളിക്കലാണ്. ഇന്ന ളലാലത ഹഖ ളലാല അൻ തഅരിഫ മാ കുൻത തുൻകിറു വ തുൻകിറ മാ കുൻത തഅരിഫ്. ളലാലത്ത് എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിലുള്ള ളലാലത്ത് ഇന്നലെ ഹറാമായി കണ്ടത് ഇന്ന് ഹലാലാവലാണ്, ഇന്ന് ഹലാലായത് ഇന്ന് ഹറാമലാണ്. അതാണ് എന്താണ് അബ്ദുൽ മാലിക്കെ മൂസിന്റെ കാണാൻ കഴിയുന്നത്. ഇനി അഥവാ മൂസിന്റെ പ്രസംഗം, അബ്ദുൽ മാലിക്കിന്റെ മെയിൻ പ്രശ്നം അതാണ്, വിഷമം അതാണ്. ഇപ്പൊ കുറെ വിസ്ഡംകാര് എന്ത് ചെയ്യുന്നുണ്ട്? വീഡിയോയിലൊക്കെ വന്നപ്പോ മൂസിന്റെ പ്രസംഗം എന്താ ഉസ്താദിന്റെ ക്ലാസ് എന്നൊക്കെ പറഞ്ഞിട്ട് പുകഴ്ത്തുന്നുണ്ട് പോലെ. അതാണ് ഇപ്പൊ മെയിൻ പ്രശ്നം. അതിന് നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമില്ല. എന്തായാലും മൂസിന്റെ എന്ന് പറഞ്ഞിട്ട് വേറെ മാറിപ്പോന്ന് നമുക്ക് തോന്നുന്നില്ല. കാരണം എന്താണ്? മൂസിൻ ഇങ്ങോട്ടാണ് വരുന്നത്, നിങ്ങളിലേക്കാണ്. മൂസിൻ അങ്ങോട്ടേ വന്നിട്ടുള്ളൂ, അല്ലാണ്ട് നിങ്ങളുടെ ആൾക്കാർ മൂസിന്റെ അടുത്തേക്ക് പോയതായിട്ട് നമുക്ക് അറിയില്ല. മനസ്സിലാണ്ടോ? കടല് കരയിലേക്ക് കയറി വന്നതാണ്, അല്ലാണ്ട് കര പോയിട്ട് കടലിലേക്ക് പോയതല്ലാന്ന്. കാര്യം മനസ്സിലായോ? ഇതാണ് സംഭവം. അല്ലാണ്ട് എന്തല്ല, ഇനി കുറച്ചാളും കൂടെ കഴിഞ്ഞാൽ ചിലപ്പോ നിങ്ങൾക്ക് തോളിൽ കൈയിട്ട് നടക്കാം. ഇപ്പൊ നിങ്ങൾ അവനെ വെറുതെ കുറ്റം പറഞ്ഞ് ഇതാക്കണ്ട. ഇനി കുറച്ചാള് കഴിഞ്ഞാല് തോളിൽ കൈയിട്ട് നടക്കണമെങ്കിൽ നടക്കാം. അപ്പൊ അന്ന് തോളിലിട്ട് കൈയിട്ട് നടക്കുമ്പോ അന്നും ഉണ്ടാവും ഒളിപ്പേരിയില് ഓൻ ബാക്കിൽ കൂടെ കളിക്കല്. ഇന്നിപ്പോ എന്താണ്? തൗഹീദുള്ളവരെ കുറ്റം വരാൻ പാടില്ല. തൗഹീദുള്ളവരെ ഒന്നിക്കൂ. എന്നിട്ട് എന്ത് ചെയ്യാ? ബാക്കിൽ കൂടെ അബൂ കബ്സ, അതുപോലെ തന്നെ അബൂ കബ്സ 2 എന്ന് പറഞ്ഞിട്ട് ഉള്ളിൽ കൂടെ പണിയാ. അവനാണ് എഴുതണമെന്നല്ല, അവന്റെ ടീമാണ് എഴുതണം. ഓൻ പറയുന്ന ആദർശങ്ങളെ ഉയർത്തിപ്പിടിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടാണ് എഴുതുന്നത്. പക്ഷെ എന്താണ്? ഉള്ളിൽ കൂടെ വന്നിട്ട് കുറ്റം പറയാൻ പാടില്ല, കുറ്റം എഴുതാ. അപ്പൊ നാളെ തോളിൽ കൈയിട്ടാലും ബാക്കിൽ കൂടെ ഇത് ഉണ്ടാവും എന്നുള്ളത് നിങ്ങൾ പേടിച്ചോ.
ഇനി അടുത്ത ചോദ്യമാണ്, തിരുത്തി പറഞ്ഞോ, മുസ്ലിം തിരുത്തി പറഞ്ഞോ, പരസ്യമായി തിരുത്തി പറഞ്ഞോ, പരസ്യമായി പറഞ്ഞ തെറ്റല്ലേ അത്? ദുർവ്യാഖ്യാനം. ഒന്നാമത്തെ ദുർവ്യാഖ്യാനമല്ല, രണ്ടാമത്തത് തിരുത്തി പറഞ്ഞോ. ഇത് അഹ്ലുസുന്ന കൊണ്ടുവന്ന പുതിയ, അതായത് പിന്നെ മഞ്ചേരിക്കാർ കൊണ്ടുവന്ന ഒരു പുതിയ സാധനം എന്നല്ല തിരുത്തി പറയലും പരസ്യമായിട്ട് തൗബയിലും. വിശുദ്ധങ്കാര് പറഞ്ഞ കേൾക്കുങ്ങൾ മുസ്ലിന്റെ ആൾക്കാരോടും പറയുന്നത്. മുസ്ലിംകാരെന്താ പറഞ്ഞത്? പരസ്യമായി പറഞ്ഞോ, വന്നു പോയ തെറ്റ് പരസ്യമായി തിരുത്തിയോ എന്നുള്ളത് ആരെ നിലപാടല്ല. അഹ്ലുസുന്ന മഞ്ചേരി ഇങ്ങനെ എഴുതിയ ദമ്മാജിലത്തെ ആൾക്കാർ എഴുതിയ സാധനമല്ല ഇത്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറഞ്ഞതാണ്. വിശുദ്ധങ്കാരും അത് പറയുന്നുണ്ട് എന്ന് മാത്രം. അപ്പൊ അതുകൊണ്ട് സംഘടന ഇല്ലാത്ത എല്ലാവരും ഒന്നല്ല, സംഘടന ഉള്ള എല്ലാവരും ഒന്നല്ലല്ലോ. അതേപോലെ തന്നെ സംഘടന ഇല്ലാത്ത എല്ലാവരും ഒന്നല്ല. ഇനി അടുത്ത തെളിവ് ഒരു ഖിയാസാണ്, അല്ലെങ്കിൽ ഖിയാസ് എന്നുള്ളത് പിന്നെ പറയാം. എല്ലാ ഹക്കും എപ്പോഴും പറയാൻ പറ്റില്ല. അടുത്ത വിഷയം എന്താണ്? എല്ലാ ഹക്കും എല്ലാ സമയത്തും പറയാൻ പറ്റില്ല. ആരാ ഇപ്പൊ ഇത് ഇങ്ങനെ പറ്റും എന്ന് പറഞ്ഞത്? അതിന് ഹദീസും ഖുർആനും വേണ്ട, കോമൺ സെൻസ് പോരെ. രണ്ടാളുകൾ ആക്സിഡന്റ് ആയി, ഒരാൾ സീരിയസ് ആയിട്ട് കിടക്കണം, ഒരാൾ മരിച്ചെന്ന് അറിഞ്ഞപ്പോ തന്നെ അവിടെ ഉണ്ടായിരുന്നോ വന്നിട്ട് സീരിയസ് ആയിട്ട് എടുക്കണം. അവൻ മരിച്ചിട്ടോ? എന്താണ് അവൻ മരിച്ചിട്ടോ? ഇവൻ ചിലപ്പോ അപ്പൊ തന്നെ മരിക്കും. ഇത് ഈ ഹക്ക് പറയാൻ പാടില്ല എന്നുള്ളതിന് ഹദീസും ഖുർആനും പഠിച്ചിട്ട് വേണം. കോമൺ സെൻസ് ആണ്. ഇതെന്താണ് ഇതിനെ പറയാ? കോമൺ സെൻസ് ആണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചില കാര്യങ്ങൾ എന്ത് ചെയ്തിട്ടില്ല, ഹക്കായിട്ട് പോലും ചെയ്തിട്ടില്ല. അതെന്താണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഹിക്മത്താണ്. ആ ഹിക്മത്ത് ആവശ്യമാണ്. പക്ഷേ ഈ സാധനം എടുത്തിട്ട് ഹക്ക് എല്ലായിടത്തും ഒരേപോലെ പറയാൻ പറ്റൂല എന്നുള്ളത് എടുത്തിട്ട് എന്തിനാ തെളിവ്? ബാത്തിൽ പറയാനുള്ള തെളിവാണത്. ചില സ്ഥലത്തൊക്കെ ബാത്തിൽ പറയേണ്ടി വന്നാ ബാത്തിൽ പറയാന്നുള്ളതിന് തെളിവാക്ക. മനസ്സിലാവുണ്ട്? മനസ്സിലായോ? ഞങ്ങൾ മതേതരത്തെ പുകഴ്ത്തുന്നു, അത് സാഹചര്യം അതായതുകൊണ്ടാണ്. ഞങ്ങൾ അതിനെ പുകഴ്ത്തുന്നു, സാഹചര്യം അതായതുകൊണ്ടാണ്. എല്ലാ ഹക്കും എല്ലായിടത്തും പറയാൻ മിണ്ടാണ്ടിരുന്നൂടെ? അതിൽ പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? മിണ്ടാണ്ടിരിക്കുക എന്നാണ്. അല്ലാണ്ട് ബാത്തിൽ പറയാന്നല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു ദിവസം എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി ബാത്തിൽ പറഞ്ഞത് തെളിയിക്ക്. ഹക്ക് പറയേണ്ട സന്ദർഭത്തിൽ പറഞ്ഞിട്ടുണ്ട്, ചില സമയങ്ങളിൽ മിണ്ടാതിരിക്കേണ്ടത് മിണ്ടാതിരുന്നിട്ടുണ്ട്. ഓക്കെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചില കാര്യങ്ങൾക്ക് വേണ്ടി ബാത്തിൽ പറഞ്ഞത് കൊണ്ടിരിക്കും. ഇസ്ലാമിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചതിന് വിരോധമായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഇത് ഹിക്മത്താണ് എന്ന് പറഞ്ഞ ഒരു തെളിവ് കൊണ്ടുവന്നാ ഓക്കെ, അത് കൊണ്ടുവരാൻ നിങ്ങൾക്ക് പറ്റൂല. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബാത്തിലിന്റെ ആളല്ല. വിശുദ്ധങ്കാരൻ ബാത്തിലിന്റെ ആളാണ്. അതുകൊണ്ടാണ് എനിക്ക് പറയാൻ പറ്റണം. തെളിവായത് ഹക്ക് എല്ലായിടത്തും പറയാൻ പറ്റില്ല, ചെയ്യണമെന്ന് ബാത്തിൽ എല്ലായിടത്തും പറയും. രണ്ടും വേറെയാണ്. അത് വെറുതെ ഇരിക്കാനുള്ള ബുദ്ധിയും ബോധവും ആർക്ക് വേണം? ഇത് ചെയ്യണോ എനിക്ക് വേണം. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും? അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് കൊടുക്കട്ടെ. ആമീൻ. ഇനി മസ്ലഹത്തിന് വേണ്ടിയിട്ട് ആണ് നമ്മൾ അത് ചെയ്യുന്നത്, ഇത് ചെയ്യുന്നത്. അതുപോലെ സംഘടന ഉണ്ടായാലല്ലേ ലാഭം പറയാം. സംഘടന ഉണ്ടായാലല്ല. സംഘടന ഉണ്ടെങ്കിൽ ഷൂറ കൂടാൻ പറ്റും. എവിടുന്നാണ് ചങ്ങായി സംഘടന ഉണ്ടെങ്കിൽ ഷൂറ കൂടാൻ പറ്റും? അപ്പൊ ഈ സംഘടന കണ്ടുപിടിക്കുന്ന മുമ്പ് ഷൂറ ഉണ്ടായിട്ടില്ലേ? വാമ്രവും ഷൂറ ബൈനവും എന്ന് പറഞ്ഞത് എന്നാ പിന്നെ അതും തെളിവ് പിടിക്കും. സംഘടനക്കുള്ള തെളിവ് വാമ്രവും ഷൂറ ബൈനവും അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിരിക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് മനസ്സിലായില്ല, ഞങ്ങൾക്കാണ് മനസ്സിലായത്. അങ്ങനെയും പറയും. സംഘടന ഉണ്ടാക്കാനുള്ള തെളിവ് അമ്രവും ഷൂറ ബൈനോ, ഇത് തമ്മിൽ ഷൂറ ഉണ്ടാക്കാം. അപ്പൊ ഇവിടെ സംഘടനക്കുള്ള തെളിവായില്ലേ? എന്താണ് പറയേണ്ടത്? അതുപോലെ തന്നെ എഡിറ്റിങ്. സംഘടന ഉണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തിരുത്തും. എഡിറ്റിംഗ് ഉണ്ടാവും. എഡിറ്റിങ്ങിന് ഓഡിയോ ലാബ് മതിയെന്ന് മനസ്സിലായോ? മനസ്സിലായോ? എഡിറ്റിങ്ങിന് ആൻഡ്രോയിഡിലെ ആപ്ലിക്കേഷൻ ഉണ്ട്. അതെന്തല്ല, അതിന് പിന്നെ സംഘടന ആവശ്യമില്ല. അതിനീ പറഞ്ഞ മുസ്ലിങ്ങൾ പണ്ട് തൊട്ടേ പഠിച്ചിട്ടുള്ള ഷൂറ മതി.
ഇന്നത്തെ കാലത്ത് അതിനേക്കാൾ എളുപ്പമാണ്, ഫോൺ മതി. അല്ലെങ്കിൽ നിന്റെ സംസാരത്തിൽ എന്തല്ല, ഇത് ശരിയല്ല, അത് ശരിയല്ല, അത് എഡിറ്റ് ചെയ്യണം, അത് മാറ്റണം. എഡിറ്റ് ചെയ്യലുണ്ടെങ്കിൽ തിരുത്തേണ്ടത് തിരുത്തണം, അങ്ങോട്ടും ഇങ്ങോട്ടും നസീഹത്ത് ഉണ്ടാവണം. മനസ്സിലായോ? അല്ലാഹുൽ മുസ്തആൻ. എന്നിട്ട് പറയാണ്, സംഘടന ഉണ്ടായാലേ എഡിറ്റിംഗ് ഉണ്ടാവുള്ളൂ, സംഘടന ഉണ്ടായാലേ ഷൂറ ഉണ്ടാവുള്ളൂ. കല്യാണം നടത്തണം ആൾക്കാർ ഷൂറ കൂടണം. അതിന്റെ അർത്ഥം ഒരു സംഘടന ഉണ്ടാക്കിയെന്ന. ഇനിയിപ്പോൾ അത് പറയുമെന്ന് അറിയില്ല. കല്യാണം ഉണ്ടാവണതിന് മുമ്പ് സംഘടന ഉണ്ടാക്കണം എന്ന് പറയേണ്ടി വരും. കാരണം കല്യാണം ഉഷാറാണെങ്കിൽ ഷൂറ വേണ്ടേ, ഷൂറ ഉണ്ടാവണമെങ്കിൽ സംഘടന വേണ്ടേ, സംഘടന ഉണ്ടെങ്കിൽ സംഘടനയെങ്കിൽ വിസ്ഡം അല്ലേ. കല്യാണ വീട്ടിൽ എന്ത് വേണം? വിസ്ഡം നിർബന്ധം. ഇനി അടുത്ത എന്താണ്? ഞങ്ങളുടെ സംഘടനയിൽ രഹസ്യ സ്വഭാവമില്ല. ഞങ്ങളുടെ സംഘടനക്ക് എന്തില്ല? രഹസ്യ സ്വഭാവമില്ല. ഈ രഹസ്യ സ്വഭാവം എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പൊ നേരത്തെ ഉമർ റളിയല്ലാഹു അൻഹു രഹസ്യമായിട്ട് ചെയ്തു. അതിനാണോ ഈ രഹസ്യ സ്വഭാവം ഉലമാക്കൾ പറഞ്ഞത്? പറഞ്ഞ മനസ്സിലാണ്ടോ? രഹസ്യം എന്ന് പറഞ്ഞാൽ രഹസ്യ സ്വഭാവം ഉലമാക്കൾ പറഞ്ഞതിന് ഒരു അർത്ഥമുണ്ട്. രഹസ്യ സ്വഭാവം ഇല്ല എന്നുള്ളതിന്റെ തെളിവെന്താ? തെളിവ് ഞങ്ങൾ ഫോട്ടോ എടുക്കുന്നു. തെളിവെന്താണ്? ഞങ്ങൾ ഫോട്ടോ എടുക്കുന്നു, വീഡിയോ എടുക്കുന്നു. ഇനി ഞാൻ ഒരു കാര്യം പറയട്ടെ. തീരെ രഹസ്യ സ്വഭാവം ഇല്ലാത്തൊരു ടീമിനെ കുറിച്ച് എനിക്ക് പറഞ്ഞേ. ISIS. എന്താണ്? ISIS. ദാഇശ്, തീവ്രവാദികളായ ISIS, അൽ ഖാഇദ. അവർക്ക് ഒരു രഹസ്യ സ്വഭാവം ഉണ്ടെന്ന് നമുക്ക് ഈ ഒരു അടിസ്ഥാനത്തിൽ പറയാൻ പറ്റില്ല. ദാഇശാര് ഇസ്ലാമിനെ വികൃതമാക്കാൻ വേണ്ടി ISISകാര് അവരെ എന്താ ചെയ്യണത്? ആളുകളെ കഴുത്തറുത്ത് കൊല്ലുന്ന ആ നികൃഷ്ടമായത് അവരെന്ത് ചെയ്യുന്നു? പബ്ലിക്കായിട്ട് ഇടുന്നു. ഞങ്ങൾക്കൊരു രഹസ്യ സ്വഭാവമില്ല. ഇത് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് രഹസ്യ സ്വഭാവമില്ല എന്ന് അറിയില്ല. വീഡിയോ എടുത്തവനൊക്കെ രഹസ്യ സ്വഭാവത്തിൽ രക്ഷപ്പെട്ടു. വീഡിയോ എടുക്കാത്തവരോ രഹസ്യ സ്വഭാവക്കാർ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രഹസ്യം, സഹാബത്ത് രഹസ്യം, താബിഈങ്ങൾ രഹസ്യം, ക്യാമറ കണ്ടുപിടിക്കുന്നത് വരെയുള്ള മുഅ്മിനീങ്ങൾ രഹസ്യം, ക്യാമറ കണ്ടുപിടിച്ചതിന് ശേഷം സൂറ ഹറാമാണെന്ന് പറഞ്ഞ ഉലമാക്കൾ, അഹ്ലുസുന്നത്തിന്റെ നായകന്മാർ രഹസ്യം. ഷെയ്ഖ് മുഹമ്മദ് അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹിന്റെ ഫോട്ടോ കണ്ടോ നിങ്ങൾ? കണ്ടിട്ടുണ്ടോ? അന്ന് ക്യാമറ ഇല്ലായിട്ടാ രഹസ്യം. ഷെയ്ഖ് മുഖ്ബിൽ റഹ്മത്തുള്ളാഹിന്റെ ഫോട്ടോ കണ്ടിട്ടോ നിങ്ങൾ? ക്യാമറ ഇല്ലായിട്ടാ രഹസ്യ സ്വഭാവം. മനസ്സിലാവുണ്ടോ? പക്ഷെ ഞങ്ങൾക്ക് രഹസ്യ സ്വഭാവമില്ല. ഞങ്ങളെല്ലാം ഫോട്ടോ എടുക്കുന്നു, സെൽഫി എടുക്കുന്നു, അതുപോലെ തന്നെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യുന്നു. ഫേസ്ബുക്കിൽ അക്കൗണ്ട് ഇല്ലാത്തവൻ, അവനെ കുറിച്ച് നിങ്ങൾ സൂക്ഷിച്ചോ, അവൻ തന്നെ രഹസ്യ സ്വഭാവക്കാരൻ. ഇൻസ്റ്റാഗ്രാമാണ് ഇപ്പോഴത്തെ ട്രെൻഡാണെന്നാണ് പറയുന്നത്. അപ്പൊ ഇൻസ്റ്റാഗ്രാമിലെ അക്കൗണ്ട് ഇല്ലാത്തവൻ, ഓനെ നിങ്ങൾ സൂക്ഷിച്ചോ. ശരി. ഇനി വേറൊരു കാര്യമുണ്ട്. ഇനി രഹസ്യ സ്വഭാവം ഇല്ലാണ്ടാകുക എന്നുള്ളത് അത് എന്തിനു വേണ്ടിയിട്ടാണ് രഹസ്യ സ്വഭാവം ഇല്ലാണ്ടിരിക്കുന്നത്? ഇപ്പൊ നമ്മളിവിടെ ദഅവ നടത്തുന്നുണ്ട്. ഇന്നേ വരെ നമ്മൾ ഫോട്ടോ എടുത്തിട്ടുണ്ട് ദഅവത്തിന് വേണ്ടിയിട്ട്. നമ്മൾ എന്തെങ്കിലും രഹസ്യമായിട്ട് പറഞ്ഞോ? അടക്കം പറയില്ല. ഞാൻ ഒരു കാര്യം പറയട്ടെ. മതേതരത്വം എന്താണ്? മതേതരത്വം, ഞങ്ങൾ 100 കോടി മതേതര മനസ്സെന്ന് പറഞ്ഞു. മതേതരത്വത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ വേണ്ടി പ്രമേയത്തിൽ പ്രസംഗിക്കുന്ന, സമ്മേളനങ്ങൾ വെക്കുന്ന ഇവരോട്, വിശുദ്ധങ്കാരെ കേട്ടോ, ഇവരോട് പേഴ്സണൽ ആയിട്ട് വിട്ട് എല്ലാം പോലും ഈ സംഭവമൊക്കെ ശരി തന്നെ. ഈ ദമ്മാജികൾ, നമ്മളെ കുറിച്ച് ദമ്മാജികൾ എന്നുള്ള പറയാം, അവർ പറയണ്ടല്ലോ മതേതരത്തെ കുഫ്രാണോ? അത് ശരിയാ, രഹസ്യമായിട്ട് വെക്കണം കേട്ടോ. ശരി തന്നെ, കുഫർ തന്നെ. പക്ഷെ അത് നമ്മളെ നാട്ടിൽ പറയാൻ പറ്റുമോ? പരസ്യത്തില് അത് അഭിമാനം, രഹസ്യത്തില് അത് കുഫർ. മനസ്സിലാണ്ടോ? ഇതാണ് രഹസ്യ സ്വഭാവം എന്ന് പറഞ്ഞാൽ. ഇതാണ് രഹസ്യ സ്വഭാവം. അല്ലാതെ ഫോട്ടോ എടുത്തിട്ട് സെൽഫി എടുക്കണോ രഹസ്യ സ്വഭാവം ഇല്ലാത്തെന്ന് പറഞ്ഞാല് എന്നാ പിന്നെ ആർക്കിവിടെ ഇന്നത്തെ കാലത്ത് ഏത് വിധേയിക്കാണ് രഹസ്യ സ്വഭാവം? ഒരു വിധേയിക്കില്ല. SDPI-കാരനും NDF-കാരനും പോപ്പുലർ ഫ്രണ്ട്കാരനും എല്ലാവരും ഫോട്ടോ വീഡിയോ എടുക്കുന്നുണ്ട്. അവർക്ക് ആർക്കും രഹസ്യമല്ല. ആകെ രഹസ്യ സ്വഭാവം ഉള്ളത് ഈ പറഞ്ഞ പോലെ മഞ്ചേരിയത്തെ കുറച്ച് ഹുവൾക്ക്. പ്രശ്നം എന്താന്ന് വെച്ചാല് ഇതൊക്കെ പറയുമ്പോ കേട്ടിട്ട് ഇതേപോലെ അങ്ങനെ തന്നെ വിഴുങ്ങാനൊരു കൗമ ഫ്രണ്ടിലുണ്ടെങ്കിൽ ആരും എന്ത് പറയും?
അപ്പൊ യഥാർത്ഥത്തിൽ രഹസ്യ സ്വഭാവം മീറ്റിംഗ് നടത്തി നമ്മളെന്താ ചെയ്യാ? മിനിറ്റ്സ് മീറ്റിംഗിൽ ഇന്ന ചർച്ച, ഇത്ര ആൾക്കാർ വന്ന്, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ എഴുതി വെക്കും. അതുപോലെ തന്നെ ഇവരും എഴുതി വെക്കും. ഇതേ രഹസ്യ ഫോട്ടോ എടുത്തു, അതിലെന്താ ചർച്ച ചെയ്തെന്ന് ആർക്കെങ്കിലും അറിയാം? ഫോട്ടോ എടുത്താൽ അതിലെന്താ ചർച്ച, ഓഡിയോ ഇല്ലെങ്കിൽ വീഡിയോ, അതിലെന്താ ചർച്ച ചെയ്തെന്ന് അവർക്കറിയോ? നേരെ മറിച്ച് മിനിറ്റ്സ്, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ മിനിറ്റ്സ് എന്ന് പറഞ്ഞിട്ട് ഇവർ എഴുതുന്ന ഈ സാധനം ഉണ്ടല്ലോ, അത് മാത്രമേ ഉള്ളൂ എങ്കിൽ അത് തെളിവാണ്. അതിലെന്താണ് ചർച്ച ചെയ്തെന്നുണ്ട്, മനസ്സിലായോ? അതുപോലെ ഇനി ഓഡിയോ റെക്കോർഡിംഗ് ഉണ്ട്, അവിടെ ചർച്ച ചെയ്തെന്ന് അതിലുണ്ട്. അല്ലാതെ ഓഡിയോ ഇല്ലാത്ത വീഡിയോയോ മിനിറ്റ്സ് ഇല്ലാത്ത ഈ പറഞ്ഞ പോലത്തെ ഫോട്ടോയോ എന്തില്ല, ഒരു തെളിവും ബാക്കി വെക്കുന്നില്ല. അതുപോലെ തന്നെ ഈവൻ കോടതികളിൽ കൊണ്ടുപോയി കൊടുത്താലും ഈ ഫോട്ടോയും വീഡിയോ എന്തല്ല, തെളിവല്ല. അവിടെ തെളിവെന്താണ്? ഈ പറഞ്ഞ എഴുത്തും ഈ പറഞ്ഞ കാര്യങ്ങളുമാണ്. മഫ്ഹൂം. ഇനി അടുത്ത എന്താണ്? ഇനി വലാബറ. ഇനി അടുത്തെന്താണ്? നമ്മൾ കാഫിര്യങ്ങളെ സ്റ്റേജിൽ കെട്ടുന്നത് മസ്ലഹത്തിന് വേണ്ടി. ഇതാണ് മസ്ലഹത്ത് എന്ന് പറഞ്ഞാൽ. അല്ലയോ നിയാഫ് മുഹ്സിൻ ടീമുകാരെ, നിങ്ങളും ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് മസ്ലഹത്ത്, മസ്ലഹത്ത്, മസ്ലഹത്ത്. മസ്ലഹത്തിനെ കുറിച്ച് ഈ മഞ്ചേരിക്കാർക്ക് ഒരു കുന്തം അറിയൂല. മസ്ലഹത്തിനെ കുറിച്ച് ഒരു വിവരമില്ലാത്ത ആൾക്കാരാണ് അവര് എന്നൊക്കെ. എന്താണ് ഈ മസ്ലഹത്ത്? മസ്ലഹത്ത് വിശദംകാരി വിശദീകരിച്ച എന്താണ് മസ്ലഹത്ത്? എന്താണ് മസ്ലഹത്ത്? ഈ നാട്ടിൽ ദഅവത്ത് സുഗമമായി നടക്കണമെങ്കിൽ ഇവിടത്തെ രാഷ്ട്രീയക്കാരുടെ സപ്പോർട്ട് വേണം, ഇവിടുത്തെ കുഫാറുകളുടെ സപ്പോർട്ട് വേണം. അപ്പൊ അവരെ എന്ത് ചെയ്യണം? സ്റ്റേജിൽ കയറ്റിയിരുത്തണം, അവരെ ചെറുതായിട്ട് പുകഴ്ത്തണം. ഇതാണ് മസ്ലഹത്ത്. മസ്ലഹത്ത് അറിയില്ലെങ്കിൽ വിശദംകാരെടുത്ത് പോയി. ഇതെന്താണ് മസ്ലഹത്ത്? എന്താണ്? മർജൂഹ, ഫാസിദാണ്. ഈ മസ്ലഹത്ത് ഇവിടുത്തെ എന്താണ്? കേടായ മസ്ലഹത്താണ്, തെറ്റായ നാശം പിടിച്ച മസ്ലഹത്താണ്. നിങ്ങളൊന്ന് ആലോചിച്ചേക്ക്. നിങ്ങളൊന്ന് മക്കയിലേക്ക് പോയി നോക്കി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നുബുവ കിട്ടിയിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനുഭവിച്ച പീഡനങ്ങൾ, സ്വഹാബത്ത് അനുഭവിച്ച പീഡനങ്ങൾ, 13 വർഷക്കാലം നരകയാതന അനുഭവിച്ചു എന്ന് പറഞ്ഞ പോലെ അനുഭവിച്ചിട്ടുണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്ത്. അന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒന്ന് ആലോചിക്കായിരുന്നു, എന്ത് ഇവരുടെ കായിക അനുസരിച്ചിട്ടാണെങ്കിൽ ഇതാണ് മസ്ലഹത്ത് എന്നെങ്കിൽ എന്ത് അബൂജഹലിനെ പിടിച്ചിട്ടൊന്ന് സൂചിപ്പിച്ചിട്ടൊന്ന് സ്റ്റേജുമ്മ കയറ്റിയിരുത്തിയിട്ട് 2 വാക്ക് സംസാരിക്കുക. ഇനി അബൂജഹൽ വേണ്ട, ഭയങ്കര ഓവറാണ്. ഇവിടെ സുരേന്ദ്രനാട്ടെ കയറ്റിയത്. പിന്നെ അബൂജഹലിനെ വേണ്ട, അബൂ താലിബിനെ കയറ്റാം. അബൂ താലിബ് സമ്മതനാണ്, നല്ല ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ഉള്ള ആളാണ്. റസൂലുള്ളാഹിന്റെ തന്നെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട്, അതുപോലെ ഖുറൈശികളിൽപ്പെട്ട അബൂ താലിബിനെ കയറ്റാം എന്ന് വിചാരിച്ച ഒരു സന്ദർഭം നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റും. മറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ. അല്ലാഹു പറയാണ്, നബിയെ പറയേ, യാ അയ്യുഹൽ കാഫിറൂൻ, ഹേ കാഫിരീങ്ങളെ, ലാ അഅ്ബുദു മാ തഅ്ബുദൂൻ, നിങ്ങൾ ആരാധിക്കുന്നതിനെ നമ്മൾ ആരാധിക്കൂല, നമ്മൾ ആരാധിക്കുന്നത് നിങ്ങൾ ആരാധിക്കൂല, നിങ്ങൾ ആരാധിക്കുന്നത് ഞങ്ങൾ ആരാധിക്കൂല, നിങ്ങൾ ഞങ്ങൾ ആരാധിക്കുന്നത് നിങ്ങൾ ആരാധിക്കൂല, നിങ്ങൾക്ക് നിങ്ങളെ മതം, ഞങ്ങൾക്ക് ഞങ്ങളെ മതം. അല്ലാഹു കൽപ്പിക്കാൻ പറയാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ വലാ തുതിഉ കുല്ല ഹല്ലാഫിൻ മഹീൻ ഹമ്മാസിൻ മശാഇൻ ബിനമീം, ഈ കുറ്റക്കാരായ ഈ നമീമത്തും പറഞ്ഞു നടക്കുന്ന ഇവരെ നീ എന്ത് ചെയ്യരുത്? അനുസരിക്കരുത്. മനസ്സിലാണ്ടോ? ഇതായിരുന്നു അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു കൊടുത്തത്. ഇവിടുത്തെ മസ്ലഹത്ത് എന്താണ്? സ്റ്റേജിൽ കയറ്റി ആദരണീയനായ ബഹുമാന്യരായ സ്വാമിമാർ, അതുപോലെ തന്നെ മേലധ്യക്ഷന്മാർ, ഇതാണ് ഇവിടുത്തെ മസ്ലഹത്ത്. ഇതാണ് നമ്മൾ കാണുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മസ്ലഹത്തും ഇവർ കാണുന്ന മുബ്തദിഅകളുടെ മസ്ലഹത്തും. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, നിയാഫിന്റെ ടീമിനോട് പറയാനുള്ളതും മൊറയൂറിന്റെ ടീമായ വിസ്ദത്തിനോട് പറയാനുള്ളതും അഹ്ലുസുന്നത്തിനെ കുറിച്ച് പഠിക്കും. ഇനി അടുത്ത വലിയൊരു തെളിവാണ് വലാ ബറ. വലാ ബറ, വലാ ബറ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നോട് ചോദിക്കുകയാണ്, അസ്മാ റളിയല്ലാഹു അൻഹ തന്റെ മാതാവ് മദീനയിലേക്ക് വന്നപ്പോൾ ഞാൻ അവരെ വിസിറ്റ് ചെയ്തോട്ടെ എന്ന് ചോദിച്ചപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലി റഹിമക്, നിന്റെ കുടുംബ ബന്ധം നീ പുലർത്തുക. എവിടെ വലാ ബറ? ഏത് ഉമ്മാനോട് ബന്ധം പുലർത്താൻ പറഞ്ഞത് വലാ ബറായി? മനസ്സിലാണ്ട? അതിന് ഹദീസ് പിടിക്കണമെന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണെന്ത്? വഖദാ റബ്ബുക അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാഹു വബിൽ വാലിദൈനി ഇഹ്സാന വഇമ്മാ യബ്ലുഗന്ന ഇൻദകൽ കിബ്റ. പിന്നെന്താണ്? വഇൻ ജാഹദക അലാ അൻ തുശ്രിക ബി മാ ലൈസ ലക ബിഹി ഇൽമു ഫലാ തുതിഉഹുമാ.
അള്ളാഹു സുബ്ഹാനഹു വ തആല പറയണം അവരോട് നല്ല നിലക്ക് പെരുമാറണം. ആരോട്? ഉമ്മാനോടും വാപ്പാനോടും. പക്ഷെ ശിർക്ക് ചെയ്യാൻ പറഞ്ഞാൽ അനുസരിക്കരുത്. അപ്പൊ എന്താ അർത്ഥം? മുശ്രിക്കുകളാണെങ്കിലും നല്ല നിലക്ക് പെരുമാറണം. അതിനിപ്പോ വേറെ തെളിവൊക്കെ ഉണ്ട്. അതിനിപ്പോ ഏതാ തെളിവുണ്ട്? അപ്പൊ കാഫിറായാല് വാപ്പാനും മാനും നോക്കാൻ പാടില്ല എന്നാ നമ്മള് പറഞ്ഞത് നിങ്ങൾ വിചാരിച്ചത്? എന്ത് വിവരം കെട്ട ആൾക്കാരാണ് നിങ്ങൾ. എത്രത്തോളം നമ്മളെ കുറിച്ച് വിവരക്കേട് നിങ്ങൾക്കുണ്ട്. പിന്നല്ലേ നിങ്ങളെ മുന്നിൽ നടക്കുന്ന ആൾക്കാരെ കുറിച്ച് നിങ്ങൾക്ക് വിവരമില്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ പൂട്ടിപ്പിടിച്ചിട്ടുള്ള ഖുറാനിലുള്ള അറബി ഭാഷയിലുള്ള ഹദീസും ഖുറാനും അതുപോലെ തന്നെ സലഫുകളും മന്നേജും തീരെ വായിക്കാത്ത സലഫുകളെ മന്നേജും അതിനെ കുറിച്ച് നിങ്ങൾക്ക് എന്ത് വിവരം ഉണ്ടാവും? എന്തായാലും വലാ വറാ എന്താണെന്ന് വരെ ഈറ്റിങ്ക് എന്നിട്ട് പറയാണ് അതിൽ എന്താണ് എന്നിട്ട് ഖുലാസ. അപ്പൊ ബന്ധം ചേർക്കാൻ പറ്റുന്ന കാഫിറുണ്ട്, ബന്ധം ചേർക്കാൻ പറ്റാത്ത കാഫിറുണ്ട്. എന്താണ് ഇനി അടുത്തെന്താണ്? ഇങ്ങനൊക്കെ ദഅവത്ത് നടക്കണമെങ്കിൽ പള്ളിന്റെ ഉള്ളിൽ ഇരുന്നാ കുത്തിരുന്നാ നടക്കൂല. നടന്നിട്ടുണ്ട്. നിന്റെ മുൻഗാമികൾ നടത്തിയിട്ടുണ്ട്, എന്റെ മുൻഗാമികൾ നടത്തിയിട്ടുണ്ട്. നിന്റെ മുൻഗാമി എന്ന് പറഞ്ഞാൽ ഞാൻ ഉദ്ദേശിച്ചത് സംഘടനാപരമായിട്ടില്ല, മുസ്ലിങ്ങൾ ആ നിലക്ക്. അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ ഇമാമിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്? നടത്തിയിട്ടുണ്ട്, ദഅവത്ത് നടത്തിയിട്ടുണ്ട്, പള്ളിന്റെ ഉള്ളിൽ കുത്തിയിരുന്നിട്ട് നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഈ ഉമ്മത്തെ വിജയത്തിലേക്ക് എത്തിയിട്ടുണ്ട്. എന്നിട്ട് അവസാനം വീണ്ടും ഒന്നുകൂടെ ഓർമ്മിപ്പിച്ചു, കൂട്ടായ്മയിൽ ഒരുമിച്ച് നിൽക്കുക. ഷെയ്ഖ് അൽബാനി വാജിബ്. അപ്പോ ഇതാണ്. എന്നിട്ട് എന്ത് ചെയ്യാ? എന്നിട്ട് പിന്നെ ദഅവത്തിന്റെ ശ്രേഷ്ഠത പറയാം. എന്നിട്ട് അവസാനം നിർത്തണം എങ്ങനെയാണ്? ദഅവത്ത് ചെയ്താൽ നിന്നെ കൊണ്ടൊരാൾ നന്നായാൽ ഇന്നാള് നന്നായി അപ്പൊ അവന്റെ ഒക്കെ കൂലി നിനക്കാണ്. ഉസ്മാൻ റളിയല്ലാഹു അൻഹു നന്നായി എന്റെ കൂലി, ഇസ്ലാം സ്വീകരിച്ച എന്റെ കൂലി അബൂബക്കർ റളിയല്ലാഹു അൻഹു കിട്ടും. അതുകൊണ്ട് സംഘടന നിർബന്ധമാണ്. ഇതാണ് മൊത്തത്തിൽ അബ്ദുൽ മാലിക് മറയൂർ പറഞ്ഞതിന്റെ ആകത്തുക. എനിക്ക് പറയാനുള്ളത്, നിങ്ങളോടൊക്കെ മറുപടി പറയേണ്ട അവസ്ഥ വരും. അതായത് സലഫിയത്തും വാദിച്ച് നിങ്ങൾ ചർച്ചയ്ക്ക് വരും എന്നൊന്നും നമ്മൾ കരുതിയിട്ട് തന്നെ ഉണ്ടായിരുന്നില്ല. നമ്മൾ വിചാരിച്ച നിങ്ങൾ എന്തിനൊക്കെ വേണ്ടി ഇങ്ങനെ തിളക്കുന്നൊരു കറി അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ടാണ് വിചാരിച്ചത്. പക്ഷെ നിങ്ങളും ഇതേപോലെ പിന്നെ സലഫിയത്ത് അങ്ങനെയൊക്കെ പറഞ്ഞാൽ മൂസിന്റെ ആൾക്കാരെ സലഫിയത്ത് വാദിക്കുന്നത് പോലെ നിങ്ങളും വാദിക്കാനാണ് തീരുമാനം. നമ്മൾ നിങ്ങളെ അല്ലെങ്കിൽ എതിർക്കൂലെന്നല്ല കേട്ടോ, ഈ വിഷയത്തിൽ നിങ്ങൾ എതിർക്കും. മനസ്സിലാവുണ്ടോ? നിങ്ങളെ നമ്മളങ്ങനെ ഒന്നും കണ്ടിട്ടില്ല. അതായത് സലഫിയത്തും വാദിച്ചിങ്ങ് വരുന്നു. അതാണ് ഞാൻ ആദ്യം തന്നെ പറഞ്ഞത്, ഈ വിഷയം ഇവർ സലഫിയത്താ എന്ത് സംഭവം, ഇതിന് കണക്ഷൻ കിട്ടണല്ലോ എന്നൊക്കെ ഞാൻ ആലോചിച്ചു. സത്യം പറഞ്ഞ ആലോചിച്ചു. ഇത് പറയുന്നവരൊക്കെ ചിരിച്ചിട്ടാണ് സലഫിയത്തിന്റെ എന്നൊക്കെ പറഞ്ഞിട്ട് വരുന്നുണ്ട്. അത് ചിരി വരൂല. പിന്നെ ഇങ്ങനത്തെ കാര്യങ്ങൾ കൊണ്ടുനടക്കുന്ന ആൾക്കാര് സലഫിയത്തിന്റെ സവിശേഷത പറഞ്ഞു കൊണ്ടുവന്നാൽ സ്വാഭാവികമായിട്ട് ചിരി വരും. അതുകൊണ്ട് നിങ്ങളിങ്ങനെ കോമാളികളാവല്ലേ, മറിച്ച് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ഈ സംഘത്തിൽ നിങ്ങൾ ഒരുമിക്കുക. അത് നിങ്ങൾക്ക് നിർബന്ധമാണ്. ഇനി അത് പറഞ്ഞാൽ ഷെയ്ഖ് അൽബാനി റഹ്മത്തുള്ളാഹി പറഞ്ഞ നിർബന്ധം ഉണ്ടല്ലോ, അതെന്താണ്? അത് അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ സംഘത്തിൽ ചേരൽ നിർബന്ധമാണ്. വകൂനൂ മഅസ്സാദിഖീൻ, സത്യസന്ധരുടെ കൂടെ നിർബന്ധമാണ്. അയദുല്ലാഹി മഅൽ ജമാഅ, അൽ ജമാഅത്തിന്റെ കൂടെ നിൽക്കൽ നിർബന്ധമാണ്. ആരാണ് അൽ ജമാഅ? അൽ ജമാഅ എന്ന് പറഞ്ഞ ഒരു കൂട്ടാണ്. ആ കൂട്ടാരാണ് അള്ളാഹിന്റെ കിതാബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തും സലഫ് സ്വാലിഹീങ്ങളുടെ മാതൃക അനുസരിച്ച് ജീവിക്കുന്ന ആളുകളാണ്. ഇതിന്റെയൊക്കെ തെളിവുകൾ വേണമെങ്കിൽ കെട്ടുകണക്കിന് അല്ലെങ്കിൽ ഗ്രന്ഥങ്ങൾ കണക്കിന് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ അഖീദ എഴുതിയ കിതാബുകളും മൻഹജ് എഴുതിയ കിതാബുകളും നിങ്ങൾക്ക് തരാം. വായിക്കുക, പഠിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. എന്താണ് ഖബറും വന്ന് തുടച്ചെടുത്ത മണ്ണ് എന്ന് പറഞ്ഞിട്ട് എന്തേ കൊണ്ടുവന്ന് അത് വിശ്വസിക്കാൻ കുറെ ആൾക്കാർ കിട്ടും. എന്ന് വിചാരിച്ചിട്ട് ബാക്കിയുള്ളവർ കിട്ടുമോ? ഇനി നിങ്ങളിൽ തന്നെ ഉണ്ടാവില്ല. നിങ്ങൾക്ക് പേടിയൊന്നുമില്ലേ? നിങ്ങളിൽ തന്നെ ഉണ്ടാവില്ല. ആരെങ്കിലും ഇങ്ങനെ ഒരു ദിവസം പെട്ടെന്ന് അറിയാണ്ട് ചിന്തിച്ച് പോയാൽ കുടുങ്ങിയില്ലേ? അതും കൂടെ ആലോചിക്കണ്ടേ?